ഹലോ ഗൈസ്, നമ്മൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുട്ടുപൊടിയും തേങ്ങയും ഇല്ലെങ്കിലും നമുക്ക് പുട്ട് ചുടാം. ഇത് പത്തിരിപ്പൊടിയാണ്, അരിപ്പൊടി. അത് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും എന്നിട്ട് കുറച്ചായിട്ട് ഒഴിച്ച് പുട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇത് നല്ലതുപോലെ കുഴച്ചിട്ടുണ്ട്. ഇനി ഞാനെടുത്ത ഗ്ലാസ്സിലെ ഫുൾ വെള്ളം ഒഴിക്കാതെ കുഴച്ചെടുത്തിരിക്കുകയാണ്. പാകത്തിന് കുഴച്ചെടുക്കുക. ഇനി വറ്റാണ് ഇടുന്നത്. അതിലേക്ക് ആദ്യം ഒട്ടിപ്പിടിക്കാതൊക്കെ വറ്റിട്ടു. ഇനി പുട്ടുപൊടി നനച്ചത് കുറേശ്ശെയായി ഇട്ടുകൊണ്ട് അത് നിറച്ചെടുക്കാം. ഇനി നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇത് ആവി കയറ്റി വേവിച്ചു. ഇപ്പോൾ ആവി നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. രണ്ടാമത്തതും ഇതുപോലെ വേവിച്ചെടുക്കാം. ആദ്യം വറ്റിട്ട് കൊടുക്കുകയാണ്. പുട്ടുപൊടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കുഴച്ച് വെച്ച് നിറച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 2 പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് റെഡിയായി. ഇങ്ങനെ പുട്ടുണ്ടാക്കി